അപ്പൊ നമ്മളിതാ മൂന്നാമത്തെ ഒരു ഗുഹയിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെയും അതിന്റേതായിട്ടുള്ള സ്റ്റെപ്പ് നമ്മളിങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിട്ട് അത് പണ്ട് ഇങ്ങനെ ഈ നാട്ടുകാർ പറയുന്നത് നൂണിറങ്ങണമായിരുന്നു. ഇപ്പോ കുഞ്ഞിറങ്ങാന്ന ഈ നാട്ടിൽ നൂണിറങ്ങാന്നാ പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ഇപ്പം വെട്ടി ഉണ്ടാക്കിയതാ. ഈ കാണുന്നില്ലേ ഇതാ, ഇത് നമ്മൾ വെട്ടിയുണ്ടാക്കിയാണ്. പണ്ട് ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇത്രയും കണ്ടോ, ഇതാ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് വേണമെങ്കിൽ അടിച്ചോളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇത്രയും അവിടം വരെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മളിങ്ങനെ വെട്ടിയുണ്ടാക്കിയതായത്. അപ്പോൾ ആ വെള്ളം മേളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലെ ഇങ്ങനെ ഒഴുകി താഴോട്ട് അങ്ങനെ പോവുക. ഇപ്പം നമ്മൾ വന്ന പോയില്ലേ, കണ്ട പോവുക, അതിലേക്ക് പോണ ഇതാ. അതിലെല്ലാം ഈ നാട്ടുകാരിറങ്ങും, നമ്മളിറങ്ങുകയില്ല. ഇതിന് വേണ്ടാത്ത പണിയെടുക്കുന്ന ഇത് കണ്ടോ, കല്ലുകൾ ഇരിക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം പ്രകൃതി സ്വന്തമായിട്ടുണ്ടാക്കിയത്. പറഞ്ഞ ഇത് നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് മണ്ണാണ്. മണ്ണാ. അപ്പൊ ഈ മണ്ണ് ഇങ്ങനെ ഇതിലെ നൂറ്റാണ്ടുകൾ വെള്ളം ഒഴുകി പോയപ്പം ഇതിന്റെ ഇത് മുഴുവൻ ഇപ്പം ഓരോ വരകൾ കാണത്തില്ലേ കല്ലിനെ, ക്രാക്ക് ഉണ്ടാവും. ആ വരകൾ ഉള്ള കല്ലുകളെല്ലാം ബന്ധം താഴോട്ട് വീണ് ഓരോ അടുക്കായത് കല്ല്, ചീങ്കല്ല്. ആ ഞങ്ങൾ അടുക്കെന്ന് പറയും, ഓരോ അടുക്കെന്ന് പറയുന്നത്. ആ അടുക്കുള്ള കല്ലുകളൊക്കെ താഴോട്ട് പോകുന്നു. ഇപ്പോഴൊന്നും ഒരു 100-300 വർഷത്തിന് മുമ്പൊന്നും ഇതിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. അപ്പോൾ വരുമ്പോലെ ഭയങ്കര അതുകൊണ്ട് ഒരു നല്ല തറ പോലെ ഒരു അത്യാവശ്യം നമ്മളിപ്പോ ഒരു 5 അടി 6 അടി താഴ്ചയല്ല നിൽക്കുന്നത്. ഇത് കണ്ടോ, മണ്ണ് കൊണ്ട് നല്ലൊരു തറയുണ്ടോ. ഇത് ഇതിന്റെ മുകളിൽ പൊട്ടി വീണതാ. ഇത് കണ്ടില്ലേ, വാവലിന്റെ ഫോട്ടോ എടുത്തോ, കുഞ്ചിന്റെ വാവലുണ്ട്. അത് അതിന്റെ അവിടെ നിന്ന് പൊട്ടി വീണിട്ടുള്ള ഒരു ഇതാണ്. സ്പേസ് നല്ല തറ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. പഴയ കാലത്ത് കാട്ടുമൃഗങ്ങളൊക്കെ ഇതിനകത്ത് വാസം ചെയ്തിരുന്നിരിക്കും. ഇത്രയും വിസ്താരമായ ഗുഹയല്ലേ, കണ്ടില്ലേ. ഒരു 10-100 കടുവയ്ക്ക് കിടക്കാനുള്ള സംവിധാനമാണ്. അടിപൊളി സ്ഥലം, നല്ല തണുപ്പ് വരുന്നുണ്ട് ഇവിടെ. നമുക്ക് വവ്വാലുകളെ ഒരുപാട്, ആനയൊഴികെ എല്ലാ വന്യജീവികൾക്ക് ഇതിനകത്ത് കിടക്കാൻ നല്ല സൗകര്യമാണ്. അതല്ലേ. പിന്നെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിലൊരു എനിക്ക് ഒരു 100 ആൾക്കൊക്കെ നിൽക്കാൻ പറ്റും. സ്ഥലത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതും കൂടെ എടുത്തത് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് വീഴണ്ട കേട്ടോ. അതെ അതെ. ഇതിന് മുകളിലേക്ക് പോകാൻ കുറച്ച് സ്ഥലം ഉണ്ട് അല്ലേ? അല്ല, അങ്ങോട്ട് പോവാം. അങ്ങനെ അവിടെ ആരും പോവാറില്ല. അങ്ങോട്ട് സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് വവ്വാലുകളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കല്ലിങ്ങനെ സപ്പോർട്ട് കൊടുത്ത പോലെ ഇരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കുത്തി നിർത്തിയ പോലെ. 3 കല്ലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. അതെ അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാന പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പോയിന്റിലേക്ക് പോകാം. അതെ അതെ. അപ്പൊ തന്നെ നടന്ന അത്യാവശ്യം ക്ഷീണിക്കൂട്ടോ. ഒച്ചടഞ്ഞു. സ്ഥിരമായിട്ട് വരുന്ന ഇതും കൂടെ എടുത്തോ. ഇതെല്ലാം നല്ല കണ്ടില്ലേ, മനുഷ്യൻ ഇങ്ങനെ കയറി ഇരിക്കാവുന്ന, നല്ല മൃഗങ്ങൾക്കൊക്കെ കയറി കിടക്കാവുന്ന സ്ഥലങ്ങളായിരുന്നു. മൃഗങ്ങൾ കിടക്കുന്നുണ്ടാവോ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ പേടിക്കുന്നത്. ഇത് കണ്ടില്ലേ, വെള്ള പെയിന്റ് അടിച്ച പോലെ കല്ല്, നല്ല ഇവിടം തൊട്ട് നമ്മൾ അങ്ങോട്ട് പുറത്തേക്കുള്ള വഴിയാണ്. തല മുട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെത്തി ഉണ്ടാക്കിയത്. ഇത് പണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ ഇങ്ങനെ കുനിഞ്ഞു വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഇത് കണ്ടില്ലേ, നല്ല കല്ലുകൾ തമ്മിലുള്ള അകലം, നീളത്തിലൊരു വഴി. എല്ലാം വികൃതി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മളിങ്ങനെ മണ്ണിട്ട് ഇങ്ങോട്ട് നടന്നു വരാൻ വേണ്ടിയിട്ട് ആക്കിയതാ ഇത്. പുറത്തെത്തി കഴിഞ്ഞാൽ തന്നെ വിസ്തൃതമായ ഗുഹയുടെ വാതിലാണിത്. ആ ഗുഹയുടെ വാതിലാണ്, വിസ്തൃതമായ സ്ഥലമാണ്. ഇവിടെ ഒരു 100-150 പേർക്ക് ഇരിക്കാവുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ കസേരയൊക്കെ കൊണ്ടിടുമായിരുന്നേ, സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം അതാ കണ്ടില്ല, ആ കാണുന്നത്. അതാ സിനിമാടന്റെ പേരിനെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ മറന്നുപോയില്ല. ടൊവിനോ, കോട്ടയംകാരൻ, നമ്മുടെ നാട്ടുകാരനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ അതിനുള്ള ഈ കൊല്ലന്റെ ആല ഇവിടെ ഉണ്ടാക്കിയായിരുന്നേ.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാക്കി പോലീസ് പ്രൊട്ടക്ഷന് വരുന്നല്ലേ, വേറെ രാജ് വെഞ്ഞാറമൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് വലിയൊരു വട ഇങ്ങനെ താഴോട്ടിട്ടു, അവിടെ അതിൻ്റെ എൻഡ് കണ്ടില്ലേ, എന്നിട്ട് അതിന് വഴി കയറുക, എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ കാണിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം സീക്രട്ട് അല്ലേ, സിനിമ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ സിനിമ കാണുകയല്ല പറയുന്നത്. അപ്പം നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴുകി വന്നതെന്ന്, ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ വിസ്തൃതമായ സ്ഥലമാണ്, അത് ഇങ്ങോട്ടാണ് ചെരിഞ്ഞ് കിടക്കുന്നത്, ഈ ഗുഹയുടെ സ്ഥലത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവനെ, പഴയ കാലത്ത് ഈ റോഡൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ആ വെള്ളം മുഴുവൻ നമ്മളിത് ഈ കാണുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ ഒഴുകി ഈ ഒരു വഴി കൂടെ ഈ വഴി കൂടെ ചെറിയ കുഴിയായിരുന്നിരിക്കും ആദ്യമേ, പ്രകൃതിയിൽ ആദ്യം 10,000-10,000 വർഷം മുമ്പ് ചെറുതായിരുന്നിരിക്കാം. അങ്ങനെ ഈ അടിവഴി ഒഴുകിപ്പോയി ഈ ബന്ധമിട്ട കല്ലുകളൊക്കെ താഴോട്ട് വന്നു, വിസ്തൃതമായ ഇത് തന്നെ കണ്ടില്ലേ, ഇത്രയും നല്ല ആർച്ച് പോലെ ഗുഹാമുഖം കണ്ടില്ലേ. ഇങ്ങനത്തെ പ്രകൃതിയുടെ ഇതൊന്നും കാണാൻ പറ്റിയല്ല അവിടെ ചെന്ന് കഴിഞ്ഞ്, വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മണ്ണിനടിയിൽ പ്രകൃതിയാൽ രൂപപ്പെട്ട ഈ ഒരു ഗുഹ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെങ്ങാനും കാസർഗോഡ് വഴി പോകാന്നുണ്ടെങ്കിൽ കൂവപ്പാറ എന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.